ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ പെട്ടെന്നൊരാഗ്രഹം കപ്പ പുഴുങ്ങിയത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്നും നോക്കിയില്ല, തൂമ്പെടുത്ത് നേരെ വിട്ടു കപ്പ കളക്കാൻ വേണ്ടി. ആ പോകുന്ന വഴിയിൽ ഇതാ തോര. ഇതെൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. പുഴുങ്ങിയിട്ടും പച്ചയായിട്ടൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തിൻ്റെ ഒരു കശുമാവിൻ തോട്ടം കൂടിയുണ്ട്. അവിടെ നിന്ന് 2 അണ്ടിമാങ്ങയൊക്കെ പൊട്ടിച്ച് അതും കഴിച്ചിട്ട് നേരെ കപ്പ കളക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ ഇത് പണ്ട് കാലത്ത് സൂര്യനാണോ പുഴുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കളിക്കുന്ന ഒരു സംഭവമാണ്. അത് പറിച്ചിട്ട് കയ്യിലെടുത്തിട്ടുള്ളത്. ഇതൊരു നൊസ്തു ആയതുകൊണ്ട് കുറച്ച് സമയം മത് വെച്ച് കളിച്ചു. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഗ്രൗണ്ട് വരുന്നത്. ഈവനിങ് ഒക്കെ അവിടെ പോയിരിക്കാൻ വേണ്ടി നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ. നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളി ചായയൊക്കെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിരുന്ന് കുടിക്കാനൊക്കെ പൊളിയാണ്. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, ഇതാ കപ്പ കളക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. പക്ഷേ ഇതിൻ്റെ തണ്ട് കണ്ടപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ഒരു ഇത്രയെങ്കിലും കിഴങ്ങ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കളിച്ച് വന്നപ്പോൾ ആവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ള കിഴങ്ങൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കപ്പത്തണ്ട് കണ്ടപ്പോൾ ഞാൻ ഉമ്മാട് പറഞ്ഞു, അത് ഇതിലൊന്നും ഉണ്ടാവില്ല, വെറുതെ പ്രാന്താന്നുള്ളത്. ഒരിക്കലും നമ്മൾ രൂപം കണ്ട് വിലയിരുത്തരുത് മക്കളെ, വിലയിരുത്തരുത്. നമുക്കൊരു 3-4 മരട് കളിച്ചപ്പോൾ ആവശ്യത്തിന് കിട്ടിയിട്ടോ. ഇതാണ് നമ്മൾ നൊസ്തു. അങ്ങനെ ഇതാ നമുക്ക് ഇത്ര കപ്പ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അങ്ങനെ നമ്മളിതാ കപ്പയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിലാട്ടോ കപ്പ മേക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളെ കപ്പയുടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് കറിവേപ്പിലയും കടുകൊക്കെ ഇട്ട് കാച്ചി ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതാ നമ്മളെ ചിക്കൻ കറിയും കപ്പയും, കുറച്ച് കപ്പ എടുത്ത് കുറച്ച് ചിക്കൻ കറിയും കൂടി ആഡ് ചെയ്ത് കുഴച്ചങ്ങ് കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.